ഹിമാചൽ പ്രദേശിലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കോൺഗ്രസിന് ആശ്വാസവും അതുപോലെ തന്നെ ബിജെപിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയുമാണ് ലഭിച്ചത്. ബിജെപിയിലേക്ക് ചേക്കേറിയ 3 സ്വതന്ത്രർ ഇക്കുറി തങ്ങളുടെ സീറ്റുകളിൽ ഒരു വട്ടം കൂടി ജനവിധി തേടിയപ്പോൾ അതിൽ 2 പേർക്കും വമ്പൻ തോൽവിയായിരുന്നു ഫലം. ഒരു സ്വതന്ത്രൻ മാത്രമാണ് ബിജെപിയിലെത്തിയ ശേഷം മണ്ഡലം നിലനിർത്തിയത്. ഡെഹ്റ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ബിജെപി സ്ഥാനാർത്ഥിയായ ഹോഷിയാർ സിംഗിനെയാണ് പരാജയപ്പെടുത്തിയത്. 9399 വോട്ടുകൾക്കായിരുന്നു കമലേഷ് താക്കൂറിന്റെ വിജയം. ഇതോടെ ഹിമാചൽ നിയമസഭയിൽ കോൺഗ്രസ് കൂടുതൽ കരുത്ത് നേടുകയാണ് ചെയ്തത്. കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസ് വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലം കൂടിയാണിത്. മറ്റൊരു മണ്ഡലമായ നലഗഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഹർദീപ് സിംഗ് ഭാവ 8990 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇവിടെ ബിജെപി സ്ഥാനാർത്ഥിയായ KL താക്കൂർ പരാജയമറിഞ്ഞു. എന്നാൽ രാജിവെച്ച് ബിജെപിക്കൊപ്പം ജനവിധി തേടിയവരിൽ ഹാമിർപൂർ മണ്ഡലം മാത്രമാണ് ബിജെപിയെ കൈവിടാതിരുന്നത്. ഹാമിർപൂരിൽ ബിജെപിയുടെ ആശിഷ് ശർമ്മ കോൺഗ്രസിന്റെ പുഷ്പേന്ദർ വർമ്മയെയാണ് പരാജയപ്പെടുത്തിയത്. 1571 വോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. ഇതോടെ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കരുത്തു കാട്ടുന്ന സാഹചര്യമാണ് ഹിമാചലിൽ ഉരുത്തിരിഞ്ഞു വന്നത്. നേരത്തെ 2022 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹോഷിയാർ സിംഗ്, KL താക്കൂർ, ആശിഷ് വർമ്മ എന്നിവർ വിജയിച്ചിരുന്നു. യഥാക്രമം ഡെഹ്റ, നലഗഡ, ഹാമിർപൂർ എന്നീ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്ത സ്വതന്ത്ര MLA-മാരായ ഇവർ ഫെബ്രുവരിയിലാണ് രാജിവെച്ച് ബിജെപിയിൽ ഒപ്പം ചേർന്നത്. പിന്നാലെ ഇതേ സീറ്റുകളിൽ തന്നെ മത്സരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തോടെ കരുത്തു കാട്ടുക എന്നതിലുപരി ഹിമാചലിൽ തന്റെ സർക്കാർ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ചെയ്തത്. നിലവിൽ 38 സീറ്റുകൾ എന്ന ഭൂരിപക്ഷം സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിലും 2 സീറ്റുകൾ കൂടി നേടിയതോടെ കൂടുതൽ ശക്തമാവുകയാണ് സുഖു സർക്കാർ. ഇതോടെ സഭയിൽ ഒന്നിലധികം റെക്കോർഡുകളും പുതുതായി ചേർക്കപ്പെട്ടു. ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ ആദ്യമായാണ് ഭാര്യ ഭർത്താക്കന്മാർ ഒരേ സമയം സഭയിലെത്തുന്നത്. ഈ നേട്ടം സുഖ്വീന്ദർ സുഖുവിനും ഭാര്യ കമലേഷ് താക്കൂറിനും സ്വന്തമായി. കൂടാതെ ഹിമാചൽ നിയമസഭയിൽ ഒറ്റ സ്വതന്ത്രൻ പോലും ഇല്ലാത്ത ആദ്യ അവസരം കൂടിയാണിത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് സീറ്റിൽ ബിജെപി ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയതും ശ്രദ്ധേയമായി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ തുണയാകുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന ബിജെപിയുടെ തലക്കേറ്റ അടിയായിരുന്നു അവിടുത്തെ തോൽവി. ഇതിനു പിന്നാലെയാണ് മറ്റൊരു സുപ്രധാന ഭൂമിയായി കണക്കാക്കിയിരുന്ന ബദരിനാഥിലും അവർക്ക് അടിതെറ്റുന്നത്. ഗർവാൾ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ബദരിനാഥും. ഇതിൽ ബദരിനാഥ് ഒഴികെ ബാക്കി സീറ്റുകളെല്ലാം ബിജെപിയാണ് കൈവശം വെച്ചിരുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ജയം കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നതും. പ്രത്യേകിച്ച് കോൺഗ്രസ് വിട്ട ഒരു മുതിർന്ന നേതാവിനെ മത്സര രംഗത്തിറക്കിയ ബിജെപി നയം മുളയിലെ നുള്ളാൻ അവർക്ക് സാധിച്ചു. കോൺഗ്രസിനാവട്ടെ ഇത് തിരിച്ചുവരവിന്റെ തിരഞ്ഞെടുപ്പ് ഫലമാണെന്ന് നിസ്സംശയം പറയാം. പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഈ സംസ്ഥാനങ്ങളിൽ 4 എണ്ണം ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ്. ബാക്കിയുള്ളവയിൽ ബിജെപി അല്ലെങ്കിൽ NDA സർക്കാരുകളാണ് ഉള്ളത്. 13 മണ്ഡലങ്ങളിൽ 4 എണ്ണം പശ്ചിമ ബംഗാളിലും 3 എണ്ണം ഹിമാചലിലുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്.